ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്നപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് പേരോട് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ മിക്സിയിൽ എങ്ങനെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഞാൻ മുന്നേ ഈ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ചിട്ട് എങ്ങനെ മിക്സിയിൽ നല്ല സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കി എടുക്കാമെന്നാണ്. അപ്പോൾ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടു. കുറച്ച് പേർക്കൊക്കെ അത് പ്രയോജനപ്പെട്ടു എന്നറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ മിക്സിയുടെ ജാറ് നല്ല പോലെ തന്നെ തണുത്തിരിക്കണം. അത് അടച്ച് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ഫ്രീസറിൽ കയറ്റി വെക്കുക. വാട്ടർ കണ്ടൻ്റ് ഒന്നും അതിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു 5-6 മണിക്കൂർ അങ്ങനെ ഫ്രീസറിൽ വെച്ച് തണുത്തിട്ടുള്ള മിക്സി ജാറാണ്. അതിലേക്ക് ഞാൻ ഉപയോഗിക്കുന്നത് വിവോയുടെ ക്രീമാണ്. അത് 1/2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. അതും ഇങ്ങനെ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ളതായിരിക്കണം. പക്ഷേ എന്നാൽ ക്രീമിൻ്റെ തണുപ്പൊട്ടും പോകാനും പാടില്ല. ലിക്വിഡ് കൺസിസ്റ്റൻസി തന്നെ വേണം. നമ്മളത് ബീറ്ററിൽ ചെയ്യുവാണെങ്കിലും ഈ ലിക്വിഡ് ഫോമിലാണ് എടുക്കേണ്ടത്. ഇത് നമുക്ക് തണുത്തിരിക്കുന്ന മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കത് അടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഒരു സെക്കൻഡ് ജസ്റ്റ് ഒന്ന് റിവേഴ്സ് ഒന്ന് കറക്കാട്ടോ. ഒരു സെക്കൻഡ് എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു സെക്കൻഡ് കറക്കിയതിന് ശേഷം നമുക്ക് നോക്കാം. ഇതിപ്പോൾ ഒരു ലിക്വിഡ് ഫോമിലാണ് ഉള്ളത്, കണ്ടോ? ഇനി നമുക്ക് ഹൈ സ്പീഡിലിട്ട് 1 മിനിറ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോഴേക്ക് നമ്മുടെ ക്രീം നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിഫായിട്ട് റെഡി ആയിട്ടുണ്ടാവും. മിക്സിയുടെ സൗണ്ടൊക്കെ മാറി വരും, നമുക്കത് മനസ്സിലാവും. മിക്സിയുടെ സൗണ്ട് ആദ്യത്തെ സൗണ്ട് ആയിരിക്കത്തില്ല, 1 മിനിറ്റ് കഴിയുമ്പോൾ സൗണ്ട് അത് നമുക്ക് മനസ്സിലാവും കേൾക്കുമ്പോൾ തന്നെ. അപ്പോഴേക്ക് കറക്റ്റ് നല്ല സ്റ്റിഫായിട്ട് തന്നെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഹൈ സ്പീഡിലിട്ട് 1 മിനിറ്റ് ഒന്ന് കറക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ വിപ്പിംഗ് ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഐസിങ് ചെയ്യാൻ ഉപയോഗിക്കരുത്. ഒരിക്കലും നമ്മൾ മിക്സിയിൽ ചെയ്യുമ്പം ഡയറക്റ്റായിട്ട് ഇങ്ങനെ തന്നെ എടുത്ത് ഉപയോഗിക്കരുത്. ഇതിനി ഫ്രീസറിൽ വെച്ച് ഒരു 2 മണിക്കൂറോ അല്ലെങ്കിൽ 3 മണിക്കൂറോ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമ്മൾ ഐസിങ് ചെയ്യാനെടുക്കുക. പിന്നെ നമ്മൾ പുറത്തോട്ടൊക്കെ കേക്ക് ഓർഡറോ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ബീറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇതാകുമ്പോൾ ക്വാണ്ടിറ്റി നമുക്ക് വളരെ കുറച്ചാണ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഐസിങ് ചെയ്യുന്നതിന് കുറച്ച് നേരത്തെ തന്നെ ഇത് ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം ഫ്രീസറിൽ വെക്കുക. ഐസിങ് ചെയ്യുന്ന സമയത്ത് മാത്രം ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിഫായിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്